മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര തുടരുകയാണ്. ഇന്ന് 12ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 11ാം പാദമാണ് പഠിക്കുന്നത്. ആ പുസ്തകത്തിലെ 96 മുതൽ 99 വരെയുള്ള ഭാഗങ്ങളാണ്, പേജുകളിലാണ് ഈ ഭാഗം കിടക്കുന്നത്. എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിൻ്റെ പുസ്തകവും കൂടി ഒന്ന് വായിച്ചു പോകണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ നിൻ്റെ കരുണയാലും കൃപയാലും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ സഭയെക്കുറിച്ച്, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, എൻ്റെ സഭയുടെ മക്കൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച്, എൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും സഭാസ്നേഹത്തിൽ അനുദിനം വളർന്നു വരുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ആത്മാവിനെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈശോയെ നന്ദി. പ്രിയ സഹോദരങ്ങളെ, പറയമാക്ക തോമകഥന രചിച്ച വർത്തമാന പുസ്തകത്തിലെ 11ാം പാദത്തെ ആസ്പദമാക്കി നിരണത്തുനിന്നും മാർത്തോമാ മെത്രാൻ ആലങ്ങാട്ടുള്ള സാനസ് മെത്രാൻ അപേക്ഷ സമർപ്പിച്ചതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് 11ാം പാദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഭിന്നതയും. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയായിരുന്ന മാർ ഫ്രാൻസിസ്കോസ് ഗാർസിയ നസ്രാണികളോട് കാണിച്ച അനീതിയും, ഒരു സുറിയാനി മെത്രാനെ പറങ്കികൾ കടലിൽ കെട്ടിത്താഴ്ത്തി എന്ന വാർത്തയും മലങ്കര സഭയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഇതിനെ തുടർന്ന് മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻ കുരിശു സത്യം വലിയ നസ്രാണികൾ ഈശോ സഭക്കാരെ തള്ളിപ്പറഞ്ഞു. ഇതിനെ തുടർന്ന് മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻ കുരിശു സത്യം വഴി നസ്രാണികൾ ഈശോ സഭക്കാരെ തള്ളിപ്പറഞ്ഞു. തുടർന്ന് അർക്കദിയാക്കോൻ തോമാക്കത്തനാരെ 12 പട്ടക്കാർ ചേർന്ന് മെത്രാനായി വാഴിച്ചു. എന്നാൽ ഈ വാഴ്ച സഭാ നിയമപ്രകാരം സാധുവാക്കാത്തതിനാൽ സഭയിൽ പിളർപ്പുകളുണ്ടായി. 2. വികാരി അപ്പസ്തോലിക്കായുടെ നിയമനം. സഭയിലെ ഭിന്നത തീർക്കാൻ റോമിൽ നിന്നും ജോസഫ് സെബസ്ത്യാനി എത്തി. അദ്ദേഹം അർക്കദിയാക്കോനെ ഔദ്യോഗികമായി വാഴിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വരാത്തതിനാൽ പനംകുഴയ്ക്കൽ ചാണ്ടിക്കത്തനാരെ, അതായത് പറമ്പിൽ ചാണ്ടി മെത്രാനെ, അവർ മെത്രാനായി വാഴിച്ചു. ഇതോടെ മലങ്കര സഭ പഴയ കൂറ്റുകാരെന്നും പുതിയ കൂറ്റുകാരെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. 3ാമത്തെ കാര്യം, മാർത്തോമ മെത്രാൻ്റെ മാനസാന്തരവും സത്യസന്ധതയും. പിൽക്കാലത്ത് ഈ സ്ഥാനത്തെത്തിയ മാർത്തോമ മെത്രാൻ, 6ാമ മാർത്തോമ വലിയ മാർ ദുവാനിയോസ്, തനിക്ക് ലഭിച്ച കൈവപ്പിൻ്റെ കുറവ് മനസ്സിലാക്കി അത് പരിഹരിക്കുകയും കത്തോലിക്കാ സഭയുമായി യോജിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ലോക ബഹുമാനത്തേക്കാൾ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ അദ്ദേഹം റോമാ മാർപ്പാപ്പയെ സഭയുടെ തലവനായി അംഗീകരിക്കാൻ തയ്യാറായി. ഇതിനായി പല മെത്രാന്മാർക്കും അപേക്ഷ നൽകിയെങ്കിലും അവരൊക്കെ അത് നിരസിക്കുകയായിരുന്നു. 4. സാലസ് മെത്രാൻ്റെ കുടില തന്ത്രം. ആലങ്ങാട്ട് താമസിക്കുന്ന സാലസ് മെത്രാനും കരിയാറ്റിൽ മൽപ്പാനും തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കിയ മാർത്തോമാ മെത്രാൻ തനിക്ക് സഭയിൽ ചേരാനുള്ള ആഗ്രഹം അറിയിച്ചു കത്തയച്ചു. എന്നാൽ തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന സാലസ് മെത്രാൻ ഈ ഐക്യം തകർക്കാൻ പദ്ധതിയിട്ടു. മാർത്തോമ മെത്രാനെ അപമാനിച്ചാൽ അദ്ദേഹം ഐക്യശ്രമത്തിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയ സാലസ് മെത്രാൻ കരിയാറ്റിൽ മൽപ്പാനോട് നിരണത്തു പോയി ധിക്കാരപരമായി പെരുമാറാൻ നിർദ്ദേശിക്കുന്നു. 5ാമത്തെ കാര്യം, വിചാരവും ഗുണപാഠവും. സാലസ് മെത്രാൻ്റെ പ്രവൃത്തികൾ സുവിശേഷ തത്വങ്ങൾക്ക്, അതായത് ശാന്തതയും എളിമയും ഒന്നുമില്ലാതെ സുവിശേഷ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നുവെന്ന് ഗ്രന്ഥകാരൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു.
സഭയുടെ നന്മയേക്കാൾ സ്വന്തം സ്വാർത്ഥതയ്ക്കും അധികാരത്തിനും പ്രാധാന്യം നൽകുന്ന മെത്രാൻ്റെ നടപടിയെ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിക്കുന്നു. മാർത്തോമ മെത്രാൻ്റെ സദുദ്ദേശത്തെ തകർക്കാൻ മെത്രാൻ കാണിച്ച കുതന്ത്രം പിൽക്കാല ചരിത്രം തെളിയിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. 11-ാം പാദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് ഇത് നമുക്ക് പ്രവേശിക്കാം. ആരുടെ ഭരണകാലത്താണ് മലങ്കര നസ്രാണികൾ ഈശോ സഭക്കാരെ അനുസരിക്കില്ലെന്ന് സത്യം ചെയ്തത്? മാർ ഫ്രാൻസിസ്കോസ് ഗാർസിയ. അർക്കദിയാക്കോൻ തോമാ കത്തനാരെ മെത്രാനായി വാഴിക്കാൻ എത്ര പട്ടക്കാരാണ് കൈവപ്പ് നടത്തിയത്? 12 പട്ടക്കാർ. സഭയിലെ ഭിന്നത തീർക്കാൻ റോമിൽ നിന്നും അധികാരപ്പെടുത്തി അയച്ച കർമ്മലിത്താക്കാരൻ ആരായിരുന്നു? ജോസഫ് സെബസ്ത്യാനി. ജോസഫ് സെബസ്ത്യാനി മലങ്കരയുടെ വികാരി അപ്പസ്തോലിക്കയായി വാഴിച്ചത് ആരെയാണ്? പനങ്കുഴയ്ക്കൽ ചാണ്ടിക്കത്തനാരെ. ചാണ്ടി മെത്രാൻ അറിയപ്പെട്ടിരുന്ന മറ്റു വീട്ടുപേരുകൾ ഏവ? പനങ്കുഴയ്ക്കൽ, പള്ളിവീട്ടിൽ, പറമ്പിൽ, കുടക്കച്ചിറ. പള്ളിവീട്ടിൽ തറവാട്ടിൽ ജനിച്ച കത്തോലിക്ക സഭയുമായി ചേരാൻ ആഗ്രഹിച്ച പണ്ഡിതനായ മെത്രാനാര്? മാർത്തോമ മെത്രാൻ. തനിക്ക് ലഭിച്ച കൈവപ്പിൻ്റെ കുറവ് മനസ്സിലാക്കിയ മാർത്തോമ മെത്രാൻ ആരോടാണ് അപേക്ഷ സമർപ്പിച്ചത്? ആലങ്ങാട്ടുള്ള സാലസ് മെത്രാൻ. മാർത്തോമ മെത്രാൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സഹായിക്കുമെന്ന് കരുതി അദ്ദേഹം ആരെയാണ് സമീപിച്ചത്? കരിയാറ്റിൽ മെത്രാനെ. മാർത്തോമ മെത്രാൻ്റെ കത്ത് കണ്ടപ്പോൾ സാലസ് മെത്രാൻ്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തു. സാലസ് മെത്രാൻ കരിയാറ്റിൽ മെത്രാന് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? നിരണത്തു ചെന്ന് മാർത്തോമ മെത്രാനോട് യാതൊരു ബഹുമാനവും കാട്ടാതെ കടുപ്പത്തിൽ മറുപടി നൽകണം. മാർത്തോമ മെത്രാൻ്റെ ഐക്യശ്രമത്തെ സാലസ് മെത്രാൻ എതിർത്തതിൻ്റെ യഥാർത്ഥ കാരണമെന്ത്? മാർത്തോമ മെത്രാൻ സഭയിൽ ചേർന്നാൽ തൻ്റെ അധികാരം കുറയുമെന്നും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഭയന്നു. സാലസ് മെത്രാൻ്റെ നടപടി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഗ്രന്ഥകാരൻ ഉദ്ധരിക്കുന്ന ബൈബിൾ ഭാഗമേത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-30 വാക്കുകൾ. ശാന്തശീലനും വിനീതഹൃദയനുമായ മിശിഹായെക്കുറിച്ചുള്ള വചനം.